ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ശത്രുക്കളെ താൻ താമസിച്ചിരുന്ന കൊട്ടാരത്തിന്റെ ചുറ്റും വളഞ്ഞു നിന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പറയാണ്, ഉസ്മാനെ, നിങ്ങൾ ഇവിടുന്ന് മെല്ലെ ബാക്കിൽ കൂടെ പുറത്തിറങ്ങിയിട്ട് ഒന്നുകിൽ മക്കയിൽ പോയി അവിടെ ജീവിക്കണം, അല്ലെങ്കിൽ കൂഫയിൽ പോയി അവിടെ ഇരുന്ന് ഭരിക്കണം എന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതിന് രണ്ട് പ്രധാന മറുപടികൾ പറയുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മറുപടി, മുത്തുനബി ഉറങ്ങിക്കിടക്കണ മദീന വിട്ടിട്ട് എനിക്ക് പോകാൻ തോന്നണില്ല എന്ന മറുപടിയാണ്. സയ്യിദ്നാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് മദീന പള്ളിയുടെ മിനാരത്തിന്റെ ഭാഗത്ത് നിന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളം വേണോ എന്ന് ചോദിക്കുന്ന ശബ്ദം കേട്ടിരുന്നു എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ താരീഖിൽ കാണാം. ഒരിക്കൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗമുണ്ടായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണാൻ വേണ്ടി ചെന്നപ്പോ നബി തങ്ങൾക്ക് രോഗമാണെന്നറിഞ്ഞപ്പോ സിദ്ദീഖിന് രോഗം ആരംഭിച്ചു എന്നാണ്. വീട്ടിൽ പോയിട്ട് പനിച്ചു കിടന്നു. നബി തങ്ങളുടെ രോഗം മാറി പള്ളിയിൽ വന്ന് സിദ്ദീഖ് എവിടെയെന്ന് ചോദിച്ചപ്പോ വരുന്നില്ല നബി എന്ന് പറഞ്ഞപ്പോ കാണാൻ ചെന്നു. നബി തങ്ങളെ കണ്ടപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു രോഗം മാറി എന്നാണ്. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു സങ്കടം ഉണ്ടായത് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റിയില്ല എന്നല്ല, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കാലുമ്മ മുറിയായില്ല എന്നാണ്.